ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്നൊരു ഉച്ച വരെയുള്ള വീഡിയോ ആണ് കേട്ടോ. വൈകിട്ടാണ് ഇവിടെ അടിച്ചു വരിക. രാവിലെ കുട്ടിയുടെ സ്കൂളിൽ പോക്കും ഒക്കെ ആകുമ്പോൾ സമയം ഉണ്ടാവില്ല കേട്ടോ. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഞാൻ സിറ്റ് ഔട്ടിലേക്ക് ഇങ്ങനെ പോയപ്പോൾ അവിടെ അമ്മമ്മ മുളക് പറക്കിയണേ. അച്ഛൻ പാടത്തുനിന്ന് പറിച്ചു കൊടുന്ന ചീരാമുളകാണ് കേട്ടോ. അതിനുശേഷം ഞാൻ മോന് പഴം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോയേ. ചായ വെച്ചിട്ടുണ്ട്. പഴമൊക്കെ മുറിച്ച് അടുപ്പിലേക്ക് വെച്ച ശേഷം മോനെ എത്തിയിട്ടോ. അങ്ങനെ ഞാൻ സിറ്റ് ഔട്ടിലേക്ക് പോയി നോക്കി. എന്നിട്ട് അവൻ്റെ ബാഗൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ടോ. പിന്നെ അവന് ചായയൊക്കെ കൊടുത്തേ. എന്നിട്ട് ഞാൻ നാളെ വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി വെക്കാൻ നോക്കുകയാണേ. അതിലേക്ക് നാളികേരമൊക്കെ ചിരകി മോനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാവെല്ലാം റെഡിയാക്കി അടച്ചു വെച്ചു. പിന്നെ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അമ്മയും അച്ഛനും കൂടെ പാടത്തേക്ക് നനയ്ക്കാൻ പോയതാണ്. പാത്രങ്ങളുള്ളതൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ കോഴികളുണ്ട് കേട്ടോ വീട്ടിൽ, കോഴികളെ വിടാൻ വേണ്ടിയിട്ട് പോയേ. അവർക്ക് അരിയൊക്കെ കൊടുത്തു. എന്നിട്ട് പിന്നെ ആകൊക്കെ അടിച്ചു വാരി കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ട് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ലേ. പിന്നെ പിറ്റേ ദിവസം രാവിലെ, അതായത് ഇന്ന് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത്. മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാവൊക്കെ ഞാൻ നന്നായിട്ട് ഇളക്കി ചേർത്ത് വെള്ളപ്പം ഉണ്ടാക്കുകയാണേ. ഇന്നെല്ലാവർക്കും എന്താ ബ്രേക്ക്ഫാസ്റ്റ്? ഇവിടെ വെള്ളപ്പം മുട്ട റോസ്റ്റും ആണ് കേട്ടോ. മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എല്ലാവരും കൂടെ എടുക്കാനുള്ള സമയം കിട്ടില്ല. രാവിലെ ആകുമ്പോൾ മോന് സ്കൂളിലേക്കൊക്കെ പോകണ്ടേ. അങ്ങനെ വെള്ളപ്പമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ മോനൊക്കെ സ്കൂളിൽ പോയ ശേഷം കോവയ്ക്ക ഉണ്ടായിരുന്നേ. വെയിലത്തിട്ടിട്ട് അതും മുളകും എല്ലാം വെയിലത്ത് ഇട്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് കയറി വന്നേ. പിന്നെ കാബേജും ക്യാരറ്റും ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാബേജ് അരിയുകയാണ് കേട്ടോ. ഞങ്ങൾക്കിവിടെ അച്ഛൻ കൃഷി ചെയ്യുന്നത് കൊണ്ട് പയറും കോവയ്ക്കയും ചീര ഇതൊക്കെയാണ് കേട്ടോ അധിക ദിവസവും ഉപ്പേരി ഉണ്ടാവുക. പുറത്തുനിന്ന് അങ്ങനെ കഷ്ണങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ ഞങ്ങൾ. അതുകൊണ്ട് തന്നെ മക്കൾക്ക് എന്നും പയറുപ്പേരിയൊക്കെ ആകുമ്പോൾ ഒരു മടുപ്പാണേ. അങ്ങനെ ഞാൻ മഞ്ചേരി പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ അത്. രാവിലെ അമ്മയും അച്ഛനും കൂടെ അമ്മാമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി കോട്ടക്കലേക്ക് പോയതാണ് കേട്ടോ. അമ്മമ്മ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ടൊരു 2 മാസമൊക്കെ ആയേ. ഇനി 2 ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും കേട്ടോ. അമ്മമ്മയുടെ വീട് തിരുവാലിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഉപ്പേരിയൊക്കെ റെഡിയാക്കിയേ. പിന്നെ ഇന്ന് കറി വയ്ക്കാൻ വിചാരിക്കുന്നത് മത്തനാണ് കേട്ടോ. മത്തൻ എടുത്ത് ഒരു കറിയും ഉണ്ടാക്കി. ഉപ്പേരിയും കറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മോനവിടെ മുറ്റത്ത് നല്ല കളിയാണ് കേട്ടോ ഈ സമയത്തൊക്കെ. എൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം അവനെ കുളിപ്പിക്കാനൊക്കെ. അങ്ങനെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പിന്നെ അമ്മമ്മ കുറേയൊക്കെ പാത്രങ്ങൾ കഴുകി തരും കേട്ടോ. അങ്ങനെ എൻ്റെ ഉപ്പേരിയും കൂട്ടാനും എല്ലാം റെഡിയായേ. ഞങ്ങളിവിടെ കൂട്ടാമെന്നാണ് കേട്ടോ പറയുക. അതിനുശേഷം ഞാൻ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ഞാൻ പുറത്തുള്ള കുറച്ച് ജോലികളുണ്ട്, അതൊക്കെ ചെയ്യാൻ പോട്ടെ കേട്ടോ. ടാറ്റാ. അപ്പോൾ നാളെ കാണാവേ.